ഹലോ. ഇന്നത്തെ ഈ സാമ്പാറില്ലേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശോഭ എന്ന പേര്. ബീഹാറിലാണ്, ഇപ്പോൾ താമസിക്കുന്നത് ഹരിദ്വാറിലാണ്. അവരുടെ സ്വന്തം സ്ഥലം ബീഹാറാണ്. അപ്പോൾ എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ശോഭക്ക്. എപ്പം ഫോൺ ചെയ്താൽ അവൾ പറയും, പിന്നെ ആപ്ക സാമ്പാർ മേ ബഹുത് യാദ് കർ റഹി ഹൈ അങ്ങനെ പറയും. എത്ര റെസിപ്പി പറഞ്ഞു കൊടുത്താലും പറയാം നീ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വരില്ല എന്ന്. അത് പിന്നെ അങ്ങനെയല്ല, അവരെ കറികൾ, അവരെ മസാല ഇട്ട കറി ഓളെത്ര പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയാൽ ആ ഓളുണ്ടാക്കിയ ആ ടേസ്റ്റ് വരില്ല. അപ്പോൾ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീഡിയോ കാണുമേ, വീഡിയോ എപ്പം കാണുന്നതാണ്. അപ്പോൾ ഇത് പറയും, നീ എന്നെ കൊതിപ്പിക്കാനായിട്ട് ഇട്ടിനെന്ന് പറയും. അതുകൊണ്ട് ഓൾ കൊതിച്ചോട്ട് അല്ലേ, കൊതിക്കല്ലേ വേണ്ട. അപ്പോൾ ഈ സാമ്പാർ മുരിങ്ങയ്ക്കും വെണ്ടയ്ക്കും തക്കാളി ഇട്ടിന്, ഞാൻ വേറെ വഴുതന അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ സാമ്പാർ എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. വെറും തക്കാളിയാണ്, തക്കാളിയും പരിപ്പ് ഇട്ടിട്ട്. സാമ്പാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഉലുവ, കായം, ജീരകം, പിന്നെ അങ്ങനെ, അല്ലെങ്കിൽ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള ഇതല്ലേ ശരിക്കും. അല്ലാണ്ട് പിന്നെ തക്കാളി സാമ്പാർ, വെണ്ടക്ക സാമ്പാർ എന്നെല്ലാം പറഞ്ഞാൽ ഈ തക്കാളി മാത്രം ഇട്ടത്, തക്കാളി വെണ്ടക്ക ഇട്ടത് അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ശോഭക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ സാമ്പാർ പൊടി ഇടാത്തതാണ് ഉണ്ടാക്കിന്. സാമ്പാർ ദാല് കുക്കർ എന്നാ പറയണ്ട, ഹിന്ദിയും വരുന്നു മലയാളം വരുന്നു. പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചു. പിന്നെ കടു കൂട്ടിയിട്ടാകുമ്പോൾ അതിൽ ഉലുവ കൂട്ടിയിട്ട് ജീരകം ഇട്ടു, ഉണക്കമുളക് ഇട്ടു, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട്, ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇത്രയും സാധനങ്ങളിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് അതിലേക്ക് ഉള്ളി നീളത്തിൽ മുറിച്ചിട്ടു, വെണ്ടക്ക, മുരിങ്ങക്ക, തക്കാളി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത്, കായപ്പൊടിയും പിന്നെ ശ്രീനാട്ടൻ പൊടിച്ചു വെച്ച സ്പെഷ്യൽ സാമ്പാർ പൊടി ഉണ്ട്. എന്തൊക്കെയായിട്ട് പൊടിച്ചിരുന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ആയിരിക്കും വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതും കൂടി ഇട്ടു. അതില്ലേ കറിവേപ്പില ചേർത്തത് പറയാൻ പറഞ്ഞതിനൊന്നുമല്ല, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ കറിവേപ്പിലയുണ്ട്. കമ്പനിയിൽ നിന്ന് ശ്രീനാട്ടൻ പറഞ്ഞിട്ടൊരു കറിവേപ്പില നടിപ്പിച്ച്, എന്നിട്ട് ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ടു ഇപ്പോൾ. അപ്പോൾ ആ ഒരു സാമ്പാർ ചെയ്തിട്ടാ, കാണാൻ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇത് ഞാൻ ചേർത്തിരിക്കുന്നതില്ലേ മറ്റേ ഇതാണ്, കുടംപുളിയാണ് കണ്ട, വാളംപുളിയല്ല. ഞാൻ അധികം ഇതാ ചേർക്കൽ. വാളംപുളി കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം ചേർക്കാറില്ല. വാളംപുളി ചേർത്താല ടേസ്റ്റ്, പക്ഷേങ്കിൽ വാളംപുളി ചേർക്കാൻ പറ്റാത്തവർക്ക് ഇത് ചേർത്താലും അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല, അതാ ചേർത്തുന്നില്ലത്. ചിലവർക്ക് തക്കാളിയുടെ പുളിയുണ്ട്, ഈ തക്കാളിക്ക് അത്ര പുളിയില്ല, അതുകൊണ്ട് മറ്റേ കുടംപുളി ചേർത്തതാണ്. ഇന്നത്തെ സാമ്പാർ സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇന്ന് രാവിലത്തെ എന്താണ്, തേങ്ങാപ്പാലുണ്ടാക്കിയ അരി ഉണ്ട എന്നാ പറയുന്നത്, കൊഴുക്കട്ട. കോഴിയും പിടിയൊന്നുമില്ല, കോഴിയൊന്നുമില്ല, തേങ്ങാപ്പാലുണ്ടാക്കി അങ്ങനെ കഴിക്കില്ല. നെയ്യ് ഒഴിച്ചാലും മതി, ഞാൻ അതിൽ വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ. അപ്പോൾ ഇതാണ് സാമ്പാർ. ഓക്കേ.